എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള ലെവലിൽ ഞാൻ സിനിമയെ സമീപിക്കുകയാണ്. അത് അവരവരുടെ അഭിപ്രായം പറയും, അവർ സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കും, പലതുണ്ടാവും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് പറ്റില്ല എന്ന്? ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു റിവ്യൂവറെ അല്ല ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. When you look back at your journey, how proud are you? പേടിച്ചു പോയി. Hi Jojo, welcome to The Hindu. താങ്ക് യു. And welcome to Bangalore. താങ്ക് യു. ജോജു, ഞാൻ ഈ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ട്രെയിലറിൽ നല്ലോണം കാർ ചേസ് സീൻസ് ഒക്കെ ഉണ്ട്. ആദ്യമായിട്ട് ഡയറക്ടർ ചെയ്യുന്നല്ലേ, ഈ കാർ ചേസ് സീൻസ് ഒക്കെ എടുക്കുമ്പോൾ എന്തായിരുന്നു ചാലഞ്ചസ്? റിസ്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കാറ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ. അതെ. അപ്പം അത് തന്നെ അത് സിനിമയിൽ ഉപയോഗിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു പ്ലാനിലാണ് പല പല വണ്ടികൾ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയത്. എന്നിട്ട് ഇപ്പൊ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ജോജുവിന് തന്നെ കാർസ് ഒക്കെ വളരെ ഇഷ്ടമാണ്, ഓഫ് റോഡിങ് ഒക്കെ പോകാറുണ്ട്. ഏതാ ജോജുവിന്റെ ഫേവറേറ്റ് കാർ? എനിക്ക് ഓഫ് റോഡ് വണ്ടികളാണ് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് ഇപ്പൊ പണി ഈസ് എ ബിഗ് ഹിറ്റ് ഇൻ കേരള അല്ലെ? സോ എന്താണ് ഒരു ഇംപ്രസീവ് ഫാക്ടർ എന്തായിരുന്നു? എന്തിനാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ദാറ്റ് അട്രാക്റ്റഡ് ടു പീപ്പിൾ അബൌട്ട് പണി? പണി അതിന്റെ ജോണർ തന്നെയായിരിക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. കാരണം അത് നമ്മൾ ഉദ്ദേശിച്ചത് ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയാണ് അതും റിസൾട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ആ ഒരു ഇതിന് പറ്റുന്ന ഒരു രീതി, അതായത് ഒരു കഥയിലുള്ള പുതുമേനേക്കാളും ഒരു കാണുന്ന സമയം അത്രയും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക, അതില് സിനിമയുടെ കുറച്ച് എസ്തെറ്റിക്സ് ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുള്ളത്. അത് എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലായിട്ട് അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടിയത്. ഇപ്പൊ ഒരു ലൈനിൽ പറയുകയാണെങ്കിൽ വി കൻ സേ പണി ഈസ് എ റിവെഞ്ച് ഡ്രാമ അല്ലെ? പക്ഷെ നമ്മൾ ഈ റിവെഞ്ച് ഡ്രാമ പണ്ട് തന്നെ കണ്ടുകൊണ്ട് വന്നിരിക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു റീഇൻവെന്റ് ചെയ്തത് അങ്ങനത്തെ ഒരു ജോണർ? അതിന്റെ കഥ ഞാൻ റിലീസിന് മുമ്പേ പറയും. ഒരാൾക്ക് പണി കിട്ടുന്നതും പണി തിരിച്ചു കൊടുക്കുന്നതും അതിന്റെ കഥ. പിന്നെ അത് എവിടെ സംഭവിക്കുന്നു, ആർക്ക് സംഭവിക്കുന്നു, എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്, അതിന്റെ എൻഡ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്താ പറയാ പുതിയ സീനുകളിലൂടെ പറയാൻ നോക്കി എന്ന് പറയാം. കഥ ഞാൻ ഈ പറഞ്ഞ ഒറ്റ വരിയിൽ പറയാവുന്ന കഥകളാണ്. അതുപോലത്തെ ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ശ്രമിച്ചത് ഈസി ടു ഡൈജസ്റ്റ് എന്ന് പറയുന്ന പോലെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമ. അപ്പോൾ ഞാൻ ഈ ഒരു ലേറ്റ് 90s അല്ലെങ്കിൽ ഏർലി 2000s ഞാൻ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഫിലിംസ് വരാൻ തുടങ്ങി. ഷാജി കൈലാസ്, ജോഷി, അങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ വരാൻ തുടങ്ങിയല്ലോ. എന്നിട്ടാണ് നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്ന് കേൾക്കുന്നത്. അപ്പം ഞാൻ എന്താ ചോദിക്കാൻ വരുന്നതെന്ന് വെച്ചാൽ, അങ്ങനത്തെ പടം ഇപ്പോൾ വരാൻ പറ്റുമോ? ലൈക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു റെലവൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഹാസ് മലയാളം സിനിമ മൂഡ് കംപ്ലീറ്റ്ലി ടുവേർഡ്സ് ന്യൂ ജനറേഷൻ? അല്ല, ഇതിങ്ങനെ പ്രസന്റേഷൻ സ്റ്റൈലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടികളായാലും വസ്ത്രധാരണ ആയാലും എല്ലാത്തിലും ഇങ്ങനെ അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ് ഒന്നാണ്. പക്ഷെ പ്രസന്റേഷൻ സ്റ്റൈലുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അഭിനയം ആയാലും എത്രത്തോളം സട്ടിലാവാൻ പറ്റുന്നോ, ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നോ, അതിന് നല്ലതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വേറെ ഒരു അഭിപ്രായങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവനും പല പല കാര്യങ്ങളിലൂടെ. അപ്പൊ നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് ആ സിനിമ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതും ട്രാവൽ ചെയ്തതും പഠിച്ചതും കേട്ടതൊക്കെ വെച്ചിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്നു. അതിനെ മാർക്ക് ഇടേണ്ടതും അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതും മറ്റുള്ളവരാണ്, പ്രേക്ഷകരാണ്. ഇപ്പൊ മാർക്സ് ഇടുന്നെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒബ്വിയസ്ലി ഓഡിയൻസ് ഒരു തരം സംസാരിക്കും, സിനിമയെ പറ്റിയൊക്കെ പറയും. ഇപ്പൊ വാട്ട് ഡസ് ജോജു എക്സ്പെക്ട് ഫ്രം സംബഡി ഹു ക്രിട്ടിക്സ് ഫിലിംസ്? ഇപ്പം ഞാനൊരു ക്രിട്ടിക് എന്ന് ചോദിക്കുകയാണ്, എന്താണ് ഒരു പടം കണ്ടപ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം എ സിനിമ അപ്രീസിയേഷൻ ഓർ സിനിമ റൈറ്റർ? പൂർണ്ണമായിട്ടും അവരുടെ സ്വാതന്ത്ര്യമാണ്. കാണുന്നവന്റെ കാഴ്ചയിലാണ് അത് എങ്ങനെയാണ് അവർക്ക് ഉൾക്കൊള്ളുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അതിൽ ഭയങ്കര പല കാര്യങ്ങൾ, അതിൽ പല ലേയേഴ്സ് ഉണ്ട്, പല പല കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് അറിയില്ല, അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ വർക്ക് നമ്മുടെ അറിവിൽ നിന്നുകൊണ്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി
ഇപ്പോൾ മറ്റുള്ളവരോട് അത് എങ്ങനെ എടുക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് അവരവരുടെ അഭിപ്രായം പറയും, അവർ സ്വീകരിക്കും, സ്വീകരിക്കാതിരിക്കും, പലതുണ്ടാവും. അതങ്ങനെ തന്നെ പോകും. നമുക്കൊരു എന്താണ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് അറിവുണ്ടാവുക എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി ഇതിനെ ഗ്രേഡ് തിരിക്കാനും അതിനെ മറ്റുള്ള കാര്യങ്ങൾ പറയാനൊന്നും നമുക്ക് പറ്റത്തില്ല. അതെ അതെ. ഇപ്പൊ ഫസ്റ്റ് ഫിലിം ആസ് എ ഡയറക്ടർ എന്തൊക്കെ പഠിച്ചു? ലൈക്ക് ഈ പടം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പടം പോകുമ്പോൾ ഒരു വേറെ ജോജു ജോർജ് കാണാൻ പറ്റുമോ ആസ് എ ഡയറക്ടർ? എന്തൊക്കെയാണ്? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് തികച്ചും പുറത്തുനിന്ന് നോക്കുന്നവരെക്കാൾ കൂടുതൽ എൻ്റെ സ്പേസിൽ നിന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥി എന്നുള്ള ലെവലിൽ ഞാൻ സിനിമയെ സമീപിക്കുകയാണ്. അപ്പം അങ്ങനെ ആദ്യമായി സമീപിച്ചൊരു സംവിധായകൻ എന്നുള്ള ലെവലിൽ ആദ്യമായിട്ട് സമീപിച്ചൊരു സിനിമയാണ് പണി. അപ്പം അത് കേരളത്തിൽ സക്സസ് ആയതുകൊണ്ട് നമ്മൾ മറ്റു പല ഭാഷകളിലോട്ടും വരുന്നു. അപ്പം അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തത് ഒരു സിനിമ വരുമ്പോൾ വീണ്ടും നമ്മൾ ഇതേ പ്രോസസ്സിലൂടെ തന്നെ ആ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുകയും അത് ചെയ്യാനായിട്ടുള്ള സാധ്യതകളൊക്കെ ചിന്തിക്കുകയും ആക്ടേഴ്സിനെ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറെ അതിലൊരു ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു സിനിമ അഭിനയിക്കാൻ പോയാലും ഒരു പുതിയ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴായാലും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് അല്ലാത്തപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും അടുത്തത് അതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കാൻ പറ്റണം. അടുത്തത് ചെയ്യുമ്പോൾ എന്താണോ ഇതിലും കുറച്ചും കൂടി മെച്യൂരിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് അടുത്ത സിനിമയിൽ കാണിക്കാൻ പറ്റിയാൽ ബെറ്റർ. അത് പറ്റുമോ പറ്റില്ല എന്നുള്ളത് ഡിപ്പെൻസ് സ്ക്രിപ്റ്റ്, നെക്സ്റ്റ് സാഹചര്യം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ കുറെ ആൾക്കാരോട് സംസാരിക്കായിരുന്നു, ജോജു ജോർജിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിച്ചതെന്ന് വെച്ചാൽ, മലയാളം സിനിമ കമ്പയർഡ് ടു അതർ ഇൻഡസ്ട്രീസ് താരങ്ങളും അല്ല, നമ്മൾ നടന്മാരാണ് കാണുന്നതല്ലേ സ്ക്രീനിൽ. ലൈക്ക് ദേ നോട്ട് സ്റ്റാർസ് ആസ് സച്ച്, ദർ ഓൾ ആക്ടേഴ്സ്. ആർക്ക് വേണമെങ്കിലും ഒരു ഹീറോ ആകാൻ പറ്റും, എല്ലാം ആകാൻ പറ്റും. സോ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ what was the most challenging thing for you to kind of stand out as a hero and as a filmmaker? നമ്മളെ ഏറ്റവും ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടും. അത് ബെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് അത്രയും അധ്വാനവും അത്രയും പഠനവും അത്രയും ശ്രദ്ധയൊക്കെ വേണ്ടി വരും. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് പറ്റില്ല എന്ന്? പറ്റില്ല എന്നുള്ളതല്ല, ഇത് ഇല്ല. ഞാനത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എനിക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചെയ്യാം, എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുകയാണ് ഏറ്റവും വലിയ ഭാഗ്യവും. അതെ, ഞാൻ എന്തിനാ ചോദിച്ചതെന്ന് വെച്ചാൽ, ഇൻ മെനി ഇൻഡസ്ട്രീസ് എ ലോട്ട് ഓഫ് ആക്ടേഴ്സ് റിമെയിൻ ആസ് ക്യാരക്ടർ ആർട്ടിസ്റ്റ്, സപ്പോർട്ട് ആർട്ടിസ്റ്റ്. മുമ്പോട്ട് വരാൻ പറ്റില്ലല്ലോ. പക്ഷെ ജോജു ഹാസ് ലെഡ് ദാറ്റ് ബൈ എക്സാമ്പിൾസ് ആൻഡ് വി ഡോണ്ട് ഹാവ് സോ മെനി എക്സാമ്പിൾസ് ലൈക്ക് ദാറ്റ്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളിപ്പം താങ്കൾ ജേർണലിസ്റ്റ് ആയിട്ട് കൂടി ഇരിക്കുന്നു, താങ്കൾ എന്തുകൊണ്ട് ഡോക്ടർ ആയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോയില്ല, അതിനുവേണ്ടി പഠിച്ചില്ല എന്ന് പറയേണ്ടി വരും, അല്ലേ? അപ്പോൾ അത് ഓരോരുത്തരുടെ ചോയ്സാണ്. എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് എൻ്റെ ചോയ്സാണ്. ഞാനത് എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതുകൊണ്ടായിരിക്കും ഞാൻ കൂടുതൽ പണിയെടുക്കുകയും എൻ്റെ മുന്നോട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തത്. എൻ്റെ ആവശ്യമാണ്, എൻ്റെ ഒരു ലൈഫ് മാറ്ററും കൂടിയാണ്. കാരണം നമ്മളൊരു പ്രോഗ്രാം, ഒരു പരിപാടിയിലോട്ട് ഇറങ്ങിയിട്ട് അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹവും അപ്പം അതിനുള്ള ശ്രമവും. സ്വന്തം ഡയറക്ടർ ചെയ്തു പിന്നെ നടിക്കാൻ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര ടഫായിട്ടുള്ള പരിപാടിയാണ്. അത് ഭയങ്കര ടഫായിട്ടുള്ള പരിപാടിയാണ് ഡയറക്ട് ചെയ്ത് അഭിനയിക്കുക എന്ന് പറയുന്നത്. അതും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ജോജു എല്ലാ തരത്തിലും ഒരു ക്രിറ്റിസിസം കണ്ടിട്ടുണ്ടല്ലോ ഈ പടത്തിന്. നമ്മൾ പറയാൻ പറ്റും, ഈ റേപ്പ് സീനിനെ പറ്റി വളരെ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് എടുത്ത ഒരു റിവെഞ്ച് ഡ്രാമയിൽ നമ്മൾ ഇപ്പോൾ വരുന്ന പടങ്ങളിൽ കാണുമ്പോൾ റേപ്പ് സീൻ ആസ് ദി മോസ്റ്റ് ഓഫൻ യൂസ്ഡ് കോൺഫ്ലിക്റ്റ്. അതെന്തിനാണ് അങ്ങനെ ഒരു ലൈക്ക് വെരി യൂസ്ഡ് ഓഫ് കോൺഫ്ലിക്റ്റ്? സിനിമ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ആർട്ടാണ്. ഇത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. അതിനെ വിശകലനം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും പറയാം. ഒരു പടം വരച്ചു വെച്ചിട്ട് നമുക്ക് പടം വരച്ചു വയ്ക്കുമ്പം പലർക്കും പല രീതിയിലായിരിക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത് അങ്ങനെ ഇതിൽ ശരിയും തെറ്റുമില്ല, ഒന്നുമില്ല. ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആൻഡ് അത് ഡിപിക്ട് ചെയ്യുമ്പോൾ where do you draw a line? Like എങ്ങനെയാണ് അത് കാണിക്കുന്നത്? ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു റിവ്യൂവറെ അല്ല ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. അതല്ല, പക്ഷെ ജനറൽ ആയിട്ട് ഇപ്പൊ വാട്ട് യു ടേക്ക് അവേ ഫ്രം ദാറ്റ് എൻറ്റയർ ഇൻസിഡന്റ്? അത് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ വേണ്ടായിരുന്നു. അതൊരു എപ്പിസോഡേ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അത് അഭിപ്രായം പറഞ്ഞ ഒരാളല്ലേ വിളിച്ചത്. അതൊരു ഫോഴ്സ്ഫുള്ളി
ഒരുപാട് സ്ഥലങ്ങളിൽ ഒരേ പോസ്റ്റുകൾ വരുന്ന കണ്ടപ്പോൾ ചോദ്യം ചെയ്തു പോയതാണ്. അതും വേണ്ടിയിരുന്നില്ല. അത്രേ ഉള്ളൂ. അതെ അതെ. എന്നിട്ട് കപ്പിൾ ഓഫ് 2 ജനറൽ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എറയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. സോ ട്വിറ്റർ ഓപ്പൺ ചെയ്താൽ പിന്നെ ഫാൻ വാർസും അതും ഇതും ഒക്കെ നടന്നുകൊണ്ടിരിക്കും. ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ മോഹൻലാലും മമ്മൂട്ടിയും ടുഗെദർ ദേ ആർ ആക്ടിങ് ഇൻ എ ഫിലിം അല്ലേ. സോ വാട്ട് കൈൻഡ് ഓഫ് എ മെസ്സേജ് ഡസ് ഇറ്റ് സെൻഡ്? ലൈക്ക് ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ഫോർ സ്റ്റാർസ് ടു ആക്ട് ടുഗെദർ ഇൻ എ ഫിലിം? അത്രയും വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും ഒരു പടത്തിൽ കാണുന്നത് നമ്മൾ. ഭയങ്കര നല്ല കാര്യമല്ലേ. ഭയങ്കര ഏറ്റവും നല്ല ക്രിയേറ്റീവ് ഹെഡ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അത് അങ്ങനത്തെ കൊളാബറേഷൻസ് നടന്നാൽ സിനിമയിലും ഭയങ്കര രസമായിരിക്കും. നല്ല വലിയൊരു ഡയറക്ടർ വേറൊരു ഡയറക്ടർ സ്ക്രിപ്റ്റ് എഴുതിയാൽ അങ്ങനെ നല്ല രസമായിരിക്കും. സിനിമയുടെ ആർട്ട് എപ്പോഴും ഒരു കളക്റ്റീവ് ആർട്ടാണ്. അതിൽ എത്രത്തോളം കളക്റ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആൾക്കാർ വരുന്നു അത് ഭംഗിയായിക്കൊണ്ടിരിക്കും. അതെ, അത് എപ്പോഴും വെൽക്കം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കേസാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ കമൽഹാസന് സിനിമ കാണിച്ചു. വാട്ട് വാസ് ഹിസ് റിയാക്ഷൻ ഓഫ് പണി? സാറിന് സിനിമ ഇഷ്ടപ്പെട്ടു, എഴുത്തിന്റെ കാര്യം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. റൈറ്റിംഗ് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. നൈസ് നൈസ്. ആൻഡ് ഇപ്പോൾ എല്ലാവരും പീപ്പിൾ കോൾ ഹിം ആസ് സിനിമ ഗ്രേറ്റ് അല്ലേ. ജോജു സംസാരിച്ചപ്പോൾ ആക്ടിങ് ചെയ്തപ്പോൾ എന്താണ് വാട്ട് ഡിഡ് യു സീ ഇൻ ഹിം? നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്ന ആൾക്കാരല്ലേ, എന്തായാലും അവരൊക്കെ കാണിച്ചു തന്നു തുടങ്ങി വെച്ച സിനിമകൾ കണ്ടും അവർ ചെയ്തതൊക്കെ പഠിച്ചൊക്കെ അല്ലേ അവർ. അദ്ദേഹമൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. എപ്പോഴും അത് ഞാൻ ആ റെസ്പെക്റ്റോടുകൂടി കാണുന്നു. എന്നിട്ട് ഇപ്പോൾ പണി കന്നഡ, തമിഴ്, തെലുഗുలో ഡബ് ആവുന്നുണ്ട്. സോ വാട്ട് മേക്സ് യു തിങ്ക് ദറ്റ് ദിസ് ഇസ് ലൈക്ക് എ യൂണിവേഴ്സൽ കോൺസെപ്റ്റ്, എല്ലാവർക്കും ഒരു കണ്ടിരിക്കാം, ഇറ്റ്സ് നോട്ട് സ്പെസിഫിക് ഫോർ മലയാളം ഓഡിയൻസ്? അങ്ങനെ അത് ഈ സിനിമ ഏറ്റവും ആദ്യം കണ്ടത് തമിഴും തെലുങ്ക്, കന്നഡ അവരെ. കാരണം ഞാൻ ആ സിനിമ അവിടെ ആ സമയത്ത് ഈ ലാസ്റ്റ് ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പലരെ കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരെല്ലാവരും പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം, ഇത് ഇങ്ങനെ വർക്കാവുന്ന സിനിമയാണ്. അപ്പോൾ മലയാളത്തിൽ വർക്കായതുകൊണ്ട് പിന്നെ ധൈര്യസമയം നമുക്ക് കൊണ്ടുവരാം. ഒരു ഭാഷ അതീതമായിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മാസ് കൊമേഴ്ഷ്യൽ സിനിമകളാണ്. ഇപ്പോൾ കന്നഡയിലായാലും തെലുങ്കിലായാലും തമിഴിലായാലും ഇറങ്ങുന്ന സിനിമകൾ മലയാളത്തിൽ പോകുന്നുണ്ട്. അതെല്ലാം ഒരു മാസ് കൊമേഴ്ഷ്യൽസ് ആണ്. അപ്പോൾ മലയാളത്തിലെ ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്ന് വിശേഷിക്കാവുന്ന ഒരു സിനിമയാണ് പണി. അത് അങ്ങനെയാണ്, ആ കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത്. അത് അവിടെ സക്സസ് ആയതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അതൊരു വാച്ചബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ ട്രൈ ചെയ്യുന്നു. അപ്പം ഇവിടെ നിന്ന് കണ്ട ആളുകളും പ്രസ്സും ആളുകളൊക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹാപ്പി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനൊരു യൂട്യൂബ് കമൻറ്റിൽ കണ്ടായിരുന്നു, ജോജുവിൻ്റെ ഇൻ്റർവ്യൂ കാണായിരുന്നു. അപ്പോൾ അതിന് താഴെ എഴുതി വെച്ചായിരുന്നു, ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ജോജു ഇഷ്ടമാണെന്നാണ് ആ കമൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇഷ്ടപ്പെടാത്ത ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ, അത് ജോജുവിന് ബോദർ ചെയ്യാറുണ്ടോ ആസ് എൻ ആർട്ടിസ്റ്റ്? ലൈക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണോ? അയ്യോ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ലോ. പക്ഷെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നവർ നമ്മളോട് ഇഷ്ടം കാണിക്കുകയും ഇഷ്ടമില്ലാതിരിക്കുന്ന അവസ്ഥയും അതൊക്കെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന പോലെയൊക്കെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു. അത്രേ ഉള്ളൂ. അതല്ലാതെ എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ടൊന്നും അതിന് പോകുന്നവനൊന്നുമല്ല ഞാൻ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമായിരിക്കും. അത് ബോധർ ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ തൊട്ടടുത്തുള്ള ചുറ്റുപാടുകളിൽ അത് സംഭവിക്കുമ്പോൾ നമുക്ക് ആൻഡ് ഈ ഒരു സക്സസ് ഉണ്ടല്ലോ, ഇപ്പോൾ പണിയുടെ സക്സസ് കിട്ടി, അത് കഴിഞ്ഞിട്ട് വെൻ യു ലുക്ക് ബാക്ക് അറ്റ് യുവർ ജേർണി, ഹൗ പ്രൗഡ് ആർ യു? പേടിച്ചു പോയി. ആണോ? പ്രൗഡല്ല, അതെന്ന് വെച്ചാൽ ഒരു സിനിമ ചെയ്ത് ഇവിടെ വരെ എത്തിക്കുന്ന ഒരു മൊമെന്റ് വരെയുള്ള പ്രോസസ്. പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആക്ടർ എനിക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ പ്രൊഡക്ഷൻ സൈഡിൽ അത് ഭയങ്കര അതും കൂടി എടുത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഭയം ഉണ്ടായിരുന്നു. അത് പക്ഷെ സക്സസ് ആയപ്പോൾ ആ സിനിമയിലുള്ള ഒരു വിശ്വാസം കൂടുകയും ചെയ്തു. കാരണം നമ്മൾ പഠിച്ചതും നമ്മൾ ചിന്തിച്ചതും നമ്മളുടെ ജഡ്ജ്മെന്റുകളും ഒരു പോയിന്റിൽ കുറേയൊക്കെ ശരിയാവുന്നെന്ന് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ, അതാണ് എൻ്റെ ഒരു ഇപ്പൊ സമാധാനിക്കാം. അതെ, ആ ഒരു സന്തോഷമാണ് എൻജോയ് ചെയ്യുന്നത്. Thank you so much, Joju, for talking to the Hindu. All the best for Pani's dubbed versions. Thank you.